ചിക്കബെല്ലാപൂരിലെ യുവതിയുടെ കൊലപാതകം അത് മോഷണത്തിനിടെയല്ല. വീട്ടമ്മയെ ശ്വാസം മുട്ടിച്ച് കൊന്നത് നാത്തൂനും ബന്ധുവും ചേർന്ന്. കർണാടകയിലെ ചിക്കബെല്ലാപൂരിൽ മെയ് 28-ന് ഒരു യുവതി മരിച്ചു. അന്ന് ആ യുവതി മരിക്കാൻ ഇടയായ സാഹചര്യം അതൊരു മോഷണ ശ്രമത്തിനിടെ ആ മോഷ്ടിക്കാനെത്തിയവർ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നുള്ളതായിരുന്നു ആദ്യ നിഗമനവും ഒപ്പം ആ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ഭർത്തൃ സഹോദരിയുടെ മൊഴിയും. എന്നാൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്നാണ് പോലീസ് ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നത്. 23 വയസ്സുകാരിയായിട്ടുള്ള പുഷ്പലതയാണ് അന്ന് വീടിനുള്ളിൽ മരിച്ച നിലയിൽ, കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അജ്ഞാതരായിട്ടുള്ള അക്രമികൾ അവർ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നുവെന്നും തന്നെ മർദ്ദിച്ച് ബോധരഹിതയാക്കിയെന്നും പറഞ്ഞാണ് ഈ പുഷ്പലതയുടെ ഭർത്തൃ സഹോദരിയായിട്ടുള്ള ഭർത്താവിൻ്റെ മൂത്ത സഹോദരിയാണ് ഭവ്യ, ഈ കാണുന്ന പ്രതി. ഭവ്യ പോലീസിനെ അങ്ങനെയാണ് അത്തരത്തിൽ അന്ന് തെറ്റിദ്ധരിപ്പിച്ചത്. ഈ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിൻ്റെ ലക്ഷണങ്ങൾ പക്ഷേ അത്രമാത്രം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതാണ് ഭവ്യയ്ക്ക് തിരിച്ചടിയായത്. മാത്രമല്ല, ഭവ്യയുടെ കഴുത്തിൽ ഒരു മുറിവ് അത് അത്ര ആഴത്തിലുള്ളതല്ല എന്നുള്ളതും പോലീസിന് വലിയ സംശയമുണ്ടാക്കി. അതായത് ഒരാളെ മാത്രം കൊല്ലുന്നു, മറ്റേയാളെ വെറുതെ വിടുന്ന സാഹചര്യം അതെന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ പോലീസ് അങ്ങനെ വിശദമായിട്ട് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിൽ ഭവ്യ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഭവ്യയുടെ മൊഴികൾ ഒന്നൊന്നായി പോലീസ് പൊളിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുഷ്പലതയെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയതോടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ദിശ അത് കൃത്യമായി ആ കുടുംബാംഗങ്ങളിലേക്ക് തിരിഞ്ഞു. തന്റെ സഹോദരൻ തന്റെ സ്വകാര്യ വീഡിയോ കോൾ കാട്ടിയാണ് ലോഹിത് എന്ന ബന്ധു തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പണം കണ്ടെത്താനാണ് പുഷ്പലതയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനായി ഇങ്ങനെ പദ്ധതിയിട്ടതെന്നും ഒടുവിൽ ഭവ്യ സമ്മതിക്കുകയാണ്. അതായത് അവളുടെ ലക്ഷ്യം ഈ പുഷ്പലതയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നുള്ളതായിരുന്നു. ഈ ഭവ്യയിൽ നിന്ന് മുൻപും ലോഹിത്ത് 6 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരുന്നു എന്നൊരു കഥ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഭവ്യ എന്തിനാണ് ആ പണം സമാഹരിക്കാൻ ശ്രമിച്ചത്? അത് ലോഹിത് എന്ന മറ്റൊരു ബന്ധു ഈ വീഡിയോ കോളിലെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ನಿನ್ನೆ ರಾತ್ರಿ ಲೇಟ್ ನೈಟ್ ಒಂದು ಮರ್ಡರ್ ಕೇಸ್ ರಿಪೋರ್ಟ್ ಆಗಿತ್ತು. ನಮ್ಮ ಮಾಹಿತಿ ಪ್ರಕಾರ ಒಬ್ಬರು ಯಂಗ್ ಲೇಡಿ ಅರೌಂಡ್ 23 ಇಯರ್ಸ್ ಏಜ್ ಇದೆ ಅವ್ರದ್ದು, ಪುಷ್ಪಲತಾ. ಅವ್ರದ್ದು ಮದುವೆ ಆಗಿ ಹಸ್ಬೆಂಡ್ ಜೊತೆಗೆ ಅವ್ರ ಮನೆಯಲ್ಲಿ ಇತ್ತು. ಅವ್ರದ್ದು ಡೆತ್ ಆಗಿದೆ ಈ ಥರ ನಮಗೆ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಆಮೇಲೆ ನಮ್ಮ ಪೊಲೀಸ್ ಆಫೀಸರ್ಸ್ ಮತ್ತು ನಾನು ಕೂಡ ಅಲ್ಲಿ ಸ್ಪಾಟ್ಗೆ ಹೋಗಿ ವಿಸಿಟ್ ಮಾಡಿದ್ದೀವಿ ಸೀನ್ ಆಫ್ ಕ್ರೈಮ್ಗೆ. ಆಮೇಲೆ ನಮ್ಮ ಗಮನಕ್ಕೆ ಬಂತು ಕಿ ಅವ್ರಿಗೆ ಇದು ಮರ್ಡರ್ ಇದೆಯಾ ಈ ಥರ ನಮಗೆ ಚೆಕ್ ಮಾಡಿ ನಮಗೆ ಅರ್ಥ ಆಯಿತು. ನಾವು ಆಮೇಲೆ ಎವಿಡೆನ್ಸ್ ಕಲೆಕ್ಟ್ ಮಾಡಿದ ತಕ್ಷಣ ನಮಗೆ ಈಗ ಎಲ್ಲ ಕ್ಲಿಯರ್ ಆಯಿತು ಕಿ ಇವ್ರದ್ದು ಡೆತ್ ಏನು ಸ್ಮೋದರಿಂಗ್ ಕಾರಣ ಬಗ್ಗೆ ಆಗಿದೆ. ಬೇಸಿಕ್ಲಿ ಇವರು ರಾತ್ರಿ ಮಲಗಿದ್ದಾರೆ, ಆ ಟೈಮ್ಗೆ ಇವ್ರದ್ದು ಡೆತ್ ಆಗಿದೆ. ಫ್ಯಾಮಿಲಿ ಮೆಂಬರ್ಸ್ ಅವ್ರದ್ದು ಸಿಸ್ಟರ್ ಇನ್ ಲಾ ಈ ಥರ ನಮಗೆ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದರು. ಅವರ ಮೇಲೆ ಕೂಡ ಏನು ಪ್ರಯತ್ನ ಮಾಡಿದ್ದಾರೆ. ಅವರ ಮಾವು ತೋಲ್ಗಳೇನು ಬಟ್ಟೆ ಹಾಕಿ ಹೋಗಿದ್ದಾರೆ ಈ ಥರ ಮಾಹಿತಿ ಇತ್ತು. ഈ ഇവരുടെ വീട്ടിലെ, അതായത് പുഷ്പലതയുടെ വീട്ടിലെ വീട്ടുകാരെല്ലാവരും ചേർന്ന് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു ട്രിപ്പ് പോയ സമയം ആ ദിവസം നോക്കിയാണ് ഈ ഭവ്യയും ഒപ്പം ഈ ഭവ്യയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്ന ലോഹിത്തും, അയാളാണ് കൊലപാതകത്തിന് കൂടെ നിന്നത്, ലോഹിത്തും ചേർന്ന് ഇങ്ങനെ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കുടുംബ തർക്കങ്ങളെ തുടർന്ന് ഈ പുഷ്പലതയും ഭർത്താവും നേരത്തെ മാറി താമസിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ആ ദിവസം ഈ ഭവ്യയുടെ ക്ഷണപ്രകാരം അല്ലെങ്കിൽ ഭവ്യയെ കൊണ്ട് ക്ഷണിക്കുന്ന തരത്തിൽ അങ്ങോട്ട് പോയി ബന്ധപ്പെട്ട് പുഷ്പലത ഈ വീട്ടിൽ താമസിക്കാനെത്തുകയാണ്. ഭവ്യയുടെ നിർദ്ദേശപ്രകാരമാണ് രാത്രി ഈ ലോഹിത്ത് വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പുഷ്പലതയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അവർ. കൊലപാതകത്തിന് ശേഷം ഇതൊരു കവർച്ചയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും അവിടെ നടന്നു.
ഭവ്യ സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചു കീറി അവിടെ ഒരു അക്രമം ഞാനും നേരിട്ടു എന്നൊക്കെ കാണിക്കാനായി അഭിനയിച്ച് ബോധരഹിതയെ കിടന്നു. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഈ ഭവ്യയുടെ അമ്മ വിജയലക്ഷ്മിയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കും എന്നാണ് സൂചന. അതായത് കൂടുതൽ പേർ ഈ മോഷണത്തിൽ, ഈ കൊലപാതകത്തിൽ, ഈ കവർച്ചയ്ക്കായി പദ്ധതിയിലൊക്കെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അന്വേഷണ സംഘം. പുഷ്പലതയുടെ ഭർത്താവ് ഭരത്തിനോ ഭർത്തൃപിതാവ് നരസിംഹമൂർത്തിക്കോ ഈ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ആ യാത്ര പോയിരുന്നത് തമിഴ്നാട്ടിലേക്ക്. അവർ യാത്ര പോയിരുന്ന സമയത്താണ് അത്രമാത്രം അടുത്ത ബന്ധമില്ലാതിരുന്നിട്ടും വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് ഈ ഭവ്യ ഈ പുഷ്പലതയുടെ വീട്ടിൽ അന്ന് താമസിക്കാൻ കയറിപ്പറ്റുകയും പിന്നാലെ ലോഹിത് എന്ന ബന്ധുവിനെ വിളിച്ചു വരുത്തി ആ ക്രൂരകൃത്യം ചെയ്യുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.